യോഗ ഇന്ന് ഞാൻ ഹെൽത്ത് സ്പൈഡ് സീസൺ 2 6ാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ കൂടി ഓണാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കുക. നമ്മുടെ ഡിസ്കോഡ് സെർവറിൽ കയറാത്തവർ എന്തായാലും ജോയിൻ ചെയ്യുക. നമ്മളെല്ലാ മൺഡേസിലും വൈകിട്ട് 6 മണിക്ക് റീസെന്റ് എപ്പിസോഡിനെ പറ്റിയുള്ള മീറ്റിംഗ്സും ഡിസ്കഷൻസും ഒക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾക്കും അതിൽ പാട്ടാവണമെങ്കിൽ എന്തായാലും ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. കൂടാതെ കഴിഞ്ഞ മീറ്റിംഗിൽ ജോയിൻ ചെയ്തവർ അവിടെ റിവ്യൂസും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എനിക്കറിയാം നിങ്ങൾ എന്തോ പദ്ധതികളോടെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്ത് തന്നെ നടന്നാലും ടെൻസനോട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഗബിമാറു, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് അവസാനിച്ചെന്നോ? അപ്പം നമ്മൾ അബദ്ധവശാൽ ടെൻഷനെ നേരിട്ടാൽ തിരിച്ചോടി പോകണമെന്നാണോ? അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ പ്ലാൻ എ അവസാനിച്ചു. ശേഷം നമ്മൾ പ്ലാൻ ബി സ്റ്റാർട്ടാക്കണം. നമ്മുടെ മുഴുവൻ ശക്തിയും എടുത്ത് ടെൻഷനെ തിരിച്ചടിക്കണം. കാരണം അവരിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കില്ല. അതിനാൽ നമ്മളും ഗിവപ്പ് ചെയ്യില്ല. എന്ത് തന്നെ വന്നിട്ടാണെങ്കിലും നമ്മൾ ഈ ഐലൻഡ് വിട്ട് പോയിരിക്കും. അങ്ങനെ എല്ലാവരും ടെൻഷനോട് ഫൈറ്റ് ചെയ്യാനായി നിൽക്കുന്നു. പക്ഷേ ഇതേ സമയം സഗരിയും നമ്മുടെ റോ സ്ട്രെങ്ത് വെച്ച് ടെൻഷനോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഗബിമാറു തനിക്ക് വേറൊരു ഐഡിയ ഉണ്ടെന്ന് പറയുന്നു. ഇതേ സമയം ഫൈറ്റിനായി ഒരുങ്ങുന്ന ടെൻസൻ അവൻ്റെ സിസ്റ്ററായ മെയ്യെ അവരുടെ അടുത്തേക്ക് തിരിച്ചു വിളിക്കുന്നു. കാരണം അവർ ഇനി എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല. എലിക്സർ ഓഫ് ലൈഫ് ഞങ്ങൾ ഉടൻ തന്നെ കണ്ടുപിടിക്കും എന്ന് ടെൻസൻ പറഞ്ഞത് കേട്ട് അവർ ഞെട്ടുന്നു. ശേഷം ആ ടെൻസൻ പറയുന്നു, ഒരു മനുഷ്യൻ്റെ താവ് മൂലമാണ് ഞങ്ങളത് റിഫൈൻ ചെയ്യാൻ പഠിച്ചത്. ഇപ്പോൾ റിസർച്ച് എല്ലാം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അതിനാൽ ഈ ഫൈറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു ഉപയോഗവുമില്ല. മറിച്ച് ഞങ്ങളുടെ ഈ റിച്വലിൽ പാട്ടാവാനാണ് നിങ്ങളുടെ വിധി. പോരാത്തതിന് ബ്രദർ റെയിൻ ഓൾറെഡി തന്നെ ഹെക്കിജി ഫൂക്കുഷോ എന്ന റിച്വൽ സ്റ്റാർട്ടും ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഇത് കേട്ട് പേടിച്ച മെയ്സാൻ അവരെ പോകുന്നതിന് മുന്നേ ഒന്ന് കാണണമെന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നു. അങ്ങനെ അവൾ പറയുന്നു, ഞാൻ ഒരിക്കലും നിങ്ങളെപ്പോലെ ആവില്ല. എനിക്കങ്ങനെ ആവുകയും വേണ്ട. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങളോടൊക്കെ ഗുഡ് ബൈ പറയാൻ വേണ്ടിയാണ്. കാരണം ഞാൻ ഈ ഐലൻഡ് വിട്ട് പോവുകയാണ്. അങ്ങനെ അത് കേട്ട് ആശ്ചര്യപ്പെട്ട ടെൻസൻ അവരെല്ലാം തങ്ങളുടെ റിച്വലിനുള്ള കാഴ്ചകളെ ഗ്രാൻഡ് മാസ്റ്ററിന് സമർപ്പിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അതേസമയം തന്നെ അവർ നേരത്തെ തന്നെ ടെൻസനെ ബീറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു. നമ്മളുടെ ഹിൻഡറിംഗ് താവ് യൂസ് ചെയ്ത് ടെൻസൻസിന്റെ ടാൻഡിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യണം. എന്നാലേ അവരെ ബീറ്റ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഈ ടാൻഡിൻ എന്ന് പറയുന്നത് ജാപ്പനീസിൽ നമ്മുടെ ബോഡിയുടെ അടിവൈറ്റിലായിട്ടുള്ള ഒരു വൈറ്റൽ സെന്ററിനെയാണ്. അവിടെ നിന്നാണ് നമ്മുടെ എനർജി ഫ്ലോ ചെയ്യുന്നത്. ശേഷം ഗബിമാറു നമ്മുടെ താവയുടെ ആട്രിബ്യൂട്ട്സിനെ ഹിൻഡർ ചെയ്യുന്ന ടെൻസനോട് ഫൈറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഷിയോൺ അത് ചിലപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ആവുമെന്ന് പറയുന്നു. ഉദാഹരണത്തിന് ഗബിമാറിന്റെ ഫയർ താവ് ഗുയിഫിയുടെ മെറ്റൽ താവയുടെ എഫക്റ്റീവ് ആകും. പക്ഷേ റാനിനെ പോലെ വാട്ടർ താവ് ആട്രിബ്യൂട്ട്സ് ആയിട്ടുള്ള ടെൻസനോട് അവനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അയാളെ ടച്ച് ചെയ്താൽ പോലും ഗബിമാറിന്റെ താവ് വീക്കാവും. ഇനി അയാളെ ടാൻഡിനെ ഡിസ്ട്രോയ് ചെയ്താൽ പോലും അയാൾ മരിക്കണമെന്നില്ല. അങ്ങനെ സഹകരിക്കപ്പോൾ ഗബിമാറുവിന് അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അയാൾ സഗരിയോട് മെയ്യം കൂട്ടിച്ചെന്ന് എലിക്സർ കണ്ടുപിടിക്കാനും താനും യൂസറികയും ഇവിടെ നിന്ന് ടെൻസനോട് ഫൈറ്റ് ചെയ്തോളാമെന്നും പറയുന്നു. പക്ഷേ യൂസറിക എന്തിനാ എന്നെ മാത്രം എപ്പോഴും സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. കാരണം അവളുടെ എർത്താവോ മാത്രമേ റാനിനോട് എഫക്റ്റീവ് ആകൂ എന്ന് ഗബിമാർ പറയുന്നു. പക്ഷെ മെയ് തനിക്ക് എലിക്സറോ ആ പാലസോ ഇപ്പോൾ സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് അവർ ഞെട്ടുന്നതിന് മുന്നേ തന്നെ ടെൻഷൻ വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നു. ശേഷം അവൾ പറഞ്ഞത് കറക്റ്റാണെന്ന് ആ ടെൻഷൻ പറയുന്നു. അപ്പോൾ സഗരി അങ്ങനെ വരാൻ വഴിയില്ല. കാരണം ഞങ്ങൾ നേരത്തെ താവ് യൂസ് ചെയ്ത് ആ സ്ഥലം കണ്ടുപിടിച്ചതായിരുന്നല്ലോ. പക്ഷെ ടെൻഷൻ അയാളുടെ താവ് യൂസ് ചെയ്ത് ആ ബിൽഡിംഗ് മുഴുവൻ റീകൺസ്ട്രക്ട് ചെയ്തു. പോരാത്തതിന് അവരെ അങ്ങോട്ടേക്ക് വരുത്തുവാനായി ആർട്ടിഫിഷ്യലായി താൻ താവയെ ക്രിയേറ്റ് ചെയ്തതായിരുന്നു എന്നും അയാൾ പറയുന്നു. അങ്ങനെ മെയ്സാന്റെ കാലയാളെ പവർ യൂസ് ചെയ്ത് സ്റ്റക്കാക്കി അവിടെ അടങ്ങി നിൽക്കാൻ പറയുന്നു. പക്ഷേ ഇതേ സമയം ഗബിമാറു പ്ലാൻ ഫോളോ ചെയ്ത് ഫൈറ്റ് ചെയ്യാനായി യൂസരിയോട് പറയുന്നു. അങ്ങനെ ഗബിമാറു അയാളെ ഫൈറ്റ് ചെയ്ത് എൻഗേജ് ആക്കി യൂസരികയെ കൊണ്ടൊരു സ്നീക്ക് അറ്റാക്ക് നടത്തിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ യൂസരിക അവളെ കുനയിൽ താവ് ഇമ്പ്യൂ ചെയ്ത് ടെൻസന് നേരെ അയക്കുന്നു. പക്ഷേ അത് അയാളുടെ ബോഡിയിൽ തട്ടി ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട യൂസരിക അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നു. കാരണം ടെക്നിക്കലി അവളുടെ താവ് അയാളെ ഹിൻഡർ ചെയ്യേണ്ടതാണ്. പക്ഷെ പെട്ടെന്ന് അയാൾ അവരെ രണ്ടുപേരും ചവിട്ടി വീഴ്ത്തുന്നു. ശേഷം അയാളുടെ താവയെ സ്ട്രെച്ച് ചെയ്ത് പല ലെയറുകളാക്കി ബോഡിയിൽ ഒരു ആർമർ പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അവരോട് ടെൻസൻ പറയുന്നു. അതുകൊണ്ടാണ് യൂസറുടെ അറ്റാക്ക് ഫെയിൽ ആയത്. അങ്ങനെ ടെൻസൻ നിങ്ങളുടെ ആ പ്ലാൻ ഒരിക്കലും എൻ്റെ അടുത്ത് വർക്കാവില്ല. കാരണം താവോയ്ക്ക് ഒരിക്കലും ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ടാവില്ല. അതിനാൽ ഇത് ശരിക്കും താവോയും റോ സ്ട്രെങ്ത്തും തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കുമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ ഗബിമാറു വീണ്ടും അയാളുടെ ഫൈറ്റിനെ ചെല്ലുന്നു. പക്ഷെ പിന്നെയും അവനെ അയാൾ അടിച്ചു വീഴ്ത്തുന്നു. അങ്ങനെ യൂസരിക ഇയാളുടെ ബാറ്റിലേക്കും വളരെ ടോപ്പാണെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഗബിമാറു പേടിക്കേണ്ട യൂസരിക, ഞാനിതൊക്കെ നേരത്തെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇനി നമ്മുടെ പ്ലാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോഴേക്കും ടെൻസൻ അവരുടെ പ്ലാൻ ഇതുവരെ സ്റ്റാർട്ടായില്ലേ എന്ന് കണ്ട് ആശ്ചര്യപ്പെടുന്നു. പക്ഷേ അവർ ഇനി എന്തൊക്കെ കാണിക്കാൻ നോക്കിയാലും തന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിന്ന് അയാളുടെ ഫേസിലേക്ക് ഗബിമാറു ഒരു പവർഫുൾ പഞ്ച് തന്നെ കൊടുക്കുന്നു. അങ്ങനെ തെറിച്ചു വീണ ടെൻസനെ നോക്കി ഗബിമാറു ഈ ടെക്നിക്ക് വർക്കായെന്ന് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് സക്സസ് ആയ സ്ഥിതിക്ക് ഇനി സെക്കൻഡ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് നേരെ ഹെക്കിജി ഫൂക്കുഷോ എന്ന റച്ചിൽ നടത്തുന്ന റീനെ കാണിക്കുന്നു.
ആ റിച്വലിന് സമർപ്പിക്കേണ്ട ആളുകളുടെ പേരെല്ലാം ചോബയുടെ ഹെൽപ്പോടെ അയാൾ കളക്ട് ചെയ്ത് ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. പക്ഷെ ചോബെ അവന്റെ ഈ സഹായത്തിന് പകരമായി അവന്റെ ബ്രദറിനെ തന്റെ കൂടെ ചേർക്കണമെന്ന് അവരോട് ഡീൽ വെക്കുന്നു. അങ്ങനെ ചോബെ അവൻ അറിയാവുന്ന പേരെല്ലാം അയാൾക്ക് വിവരിച്ചു കൊടുക്കുന്നു. അങ്ങനെ റീൻ ആ പേരെല്ലാം ആ പേപ്പറിൽ എഴുതിയാൽ അവർ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഷിയോണും നുറുഗയും നേരിടുന്നത് ഷൂജിനെയാണെന്ന് റീൻ മനസ്സിലാക്കി അവരെ അയാൾ ആ സ്റ്റാറിന്റെ ഒരു കോർണറിൽ വെക്കുന്നു. അങ്ങനെ ഷിയോൺ അയാളുടെ താവയെ മാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അയാളുടെ താവ് വുഡ് ടൈപ്പ് ആയതിനാൽ അത് ഷൂജിന്റെ വാട്ടർ ടൈപ്പിനെ ഹിൻഡർ ചെയ്യില്ല. എന്നാൽ കൂടെയുള്ള നുറുഗയുടെ വാട്ടർ ടൈപ്പ് ആയതിനാൽ അവളുടെ അറ്റാക്ക് എഫക്റ്റീവ് ആയിരിക്കും. എന്നിരുന്നാലും നുറുഗായി താവയെ മാസ്റ്റർ ചെയ്തിട്ടില്ലാത്തതിനാൽ അവരുടെ ഫൈറ്റിൽ ഷൂജിൻ ഡോമിനേറ്റ് ചെയ്യുമെന്ന് റെയിൻ വിചാരിച്ചെങ്കിലും ഷിയോൺ പെട്ടെന്ന് അയാളുടെ പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നതും ജസ്റ്റ് കാണിക്കുന്നു. ഇതേസമയം തമിയ ഗാൻഡിറ്റ്സുവൈ പിന്നെ യമദ സൈമൺ ഫൂച്ചി തൗഫയും ജൂഫയുമാണ് അവരെ നേരിടുന്നത്. പൂച്ചയുടെ മെറ്റൽ തൗഫയെ ഹിൻഡർ ചെയ്യുമെങ്കിലും അവരുടെ താവ് കൺട്രോൾ അത്രയ്ക്കും പ്രോപ്പറല്ല. അപ്പോഴേക്കും ചോബ അങ്ങോട്ടേക്ക് വരുന്നു. ശേഷം തോമയുടെ നേരെ കൈ നീട്ടി അവനെ അവരുടെ അടുത്തേക്ക് വിളിക്കുന്നു. എന്നാൽ റെയിൻ, എന്തൊക്കെയാണെങ്കിലും നമ്മൾ ശരിക്കും പേടിക്കേണ്ടത് ഇവനെയാണ്. അപ്പോഴേക്കും ആ പേപ്പറിൽ ഗബിമാറുവിൻ്റെ പേര് തെളിഞ്ഞു വരുന്നു. അങ്ങനെ ഗബിമാറു അയാളുടെ ഫസ്റ്റ് മെത്തേഡ് എങ്ങനെയായിരുന്നു എന്ന് പാസ്റ്റിൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. താവ് എന്നത് നമ്മുടെ ബോഡിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കറണ്ട് പോലെ ഫ്ലോ ചെയ്യുന്ന ഒന്നാണ്. ആ ഫ്ലോയുടെ സ്പീഡും സൈസുമാണ് നമ്മുടെ സ്ട്രെങ്ത് നിർണ്ണയിക്കുന്നത്. റീസ്ട്രേഷൻ എന്നത് നമ്മുടെ താവ് ഫ്ലോയുടെ സ്പീഡും സ്ട്രെങ്ത്തും സപ്പോർട്ട് ചെയ്യുമെങ്കിൽ ഹിൻഡ്രൻസ് അത് വീക്കൺ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ പവർഫുള്ളായ ടെൻസൻസിൻ്റെ അടുത്ത് ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. എങ്കിലും അവരെ കൗണ്ടർ ചെയ്യാൻ 3 ഐഡിയാസ് എൻ്റെ കയ്യിലുണ്ട്. ഒന്ന്, നമ്മുടെ താവയെ ഇൻക്രീസ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ താവയെ വീക്കൺ ചെയ്ത് അവരുടെ അറ്റാക്കിനെ ഡിഫ്ലക്റ്റ് ചെയ്യുക. പക്ഷേ അവരുടെ ആക്സിലേഷൻ കുറയ്ക്കുവാനും നമ്മുടെ താവ സേവ് ചെയ്യാനും വേണ്ടി ഓപ്പോണൻറ്റിൻ്റെ താവയുടെ ഫ്ലോയുമായി ജോയിൻ ചെയ്ത് അത് അവർക്ക് നേരെ തന്നെ തിരിച്ചുവിടുക. അതായത് അവരുടെ പവർ വെച്ച് തന്നെ അവർക്കിട്ട് അടിക്കുക. ഇതാണ് ഗബിമാറു കുറച്ചു മുന്നേ ചെയ്തത്. എങ്കിലും പാസിൽ ഷിയോൺ അത് പോസിബിൾ ആണോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഗബിമാറു, ഇത് നമ്മൾ പഠിച്ചതിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമാണ്. അതായത് മറ്റൊരാളുടെ താവ യൂസ് ചെയ്യാൻ ഞാൻ നേരത്തെ നുറുഗയിലൂടെ പഠിച്ചു. അതുപോലെ യൂസറികയിൽ നിന്ന് താവയെ മറയ്ക്കാനും അത് കൺട്രോൾ ചെയ്യാൻ ഷിയോണിൽ നിന്നും ബ്രീത്തിങ്ങിലൂടെ സ്റ്റിൽനെസ്സും പിന്നെ ഇൻറ്റൻസിറ്റിയും കൈവരിക്കാൻ ഞാൻ സഗരിയിൽ നിന്നും പഠിച്ചു. അപ്പോൾ ഗബിമാറുവിൻ്റെ ആ ടെക്നിക്ക് നമ്മൾ പഠിച്ചതെല്ലാം കൂടെ ചേരുന്നതാണല്ലേ എന്ന് സഗരി ചോദിക്കുന്നു. അവൻ അതേ എന്നും ഞാൻ എനിക്ക് കഴിയുന്ന എല്ലാ വിധത്തിലും ടെൻഷനെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് പറയുന്നു. ശേഷം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഗബിമാറു അവൻ്റെ താവയെ സപ്രസ് ചെയ്യുന്നത് തൻ്റെ ഡിഫൻസിനെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും അവൻ അയാളുടെ അറ്റാക്കിനെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് ഗബിമാറു വിചാരിക്കുന്നു. അപ്പോഴേക്കും ആ ടെൻഷൻ അവൻ്റെ താവയെ കൺട്രോൾ ചെയ്യുന്ന കഴിവിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഗബിമാറു അവൻ്റെ കഴിവെന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചതിനെ എതിർക്കുന്നു. അങ്ങനെ ഇത് തൻ്റെ കഴിവല്ല, മറിച്ച് നിങ്ങളെല്ലാം കൊല്ലാൻ വേണ്ടി നിരന്തരമുള്ള ലേണിങ്സിലൂടെയും കഷ്ടപ്പാടിലൂടെയും ഒരുപാട് പേരുടെ സാക്രിഫൈസിലൂടെയും ഞാൻ കണ്ടെത്തിയ അവസാന മാർഗമാണെന്ന് പറയുന്നു. അപ്പോഴേക്കും സഗരി അവളെ ആ ട്രാപ്പിൽ നിന്ന് അയച്ച ശേഷം മെയ്യും കൂട്ടി എൽസർ കണ്ടുപിടിക്കാൻ പോവാണെന്ന് പറയും. പക്ഷേ റാൻ വന്ന് അവരെ തടയാൻ നോക്കിയപ്പോൾ ഗബിമാറു വന്ന് അവനെ ബ്ലോക്ക് ചെയ്ത് അവരോട് പൊക്കോളം പറയുന്നു. അങ്ങനെ റാൻ, ഇവൻ പിന്നെയും എൻ്റെ താവയെ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വരുവാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ താവയെ വീക്കൺ ചെയ്താൽ ഇവനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച അയാൾ തൻ്റെ താവയെ സപ്രസ് ചെയ്ത ടൈം നോക്കി സഗരി ചാടി വന്ന് അയാളെ ടാൻഡിനെ നോക്കി അറ്റാക്ക് ചെയ്ത് അയാളെ 2 കഷ്ണമാക്കി മുറിച്ചിടുന്നു. അങ്ങനെ അവരുടെ വളരെ ബ്രില്യൻ്റായ ആ പ്ലാൻ കണ്ട് ടെൻഷൻ ഒരുപാട് ഇംപ്രസ്ഡ് ആവുന്നു. പക്ഷേ യൂസറിക വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഗബിമാറു അവളോട് നിൽക്കാൻ പറയുന്നു. അപ്പോഴേക്കും അയാളുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് പൂക്കൾ പുറത്തേക്ക് വരും. അങ്ങനെ റാൻ, റിച്വൽ സ്റ്റാർട്ടായതുകൊണ്ട് എനിക്കിനി അധികം നേരം നിങ്ങളോട് കളിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഞെട്ടി യൂസറികയോട് മാസ്ക് എടുത്തിട്ട് ശേഷം ഗബിമാറു ഇനിയാണ് യഥാർത്ഥ ഫൈറ്റ് സ്റ്റാർട്ടാവാൻ പോകുന്നതെന്ന് പറയുന്നു. അങ്ങനെ അയാൾ കിഷിക്കായ് ഫോമിലേക്ക് മാറും. ഇതേസമയം റിച്വൽ നടത്തിക്കൊണ്ടിരുന്ന ടെൻഷന് റാൻ ട്രാൻസ്ഫോം ആയെന്നും മനസ്സിലാക്കും. അങ്ങനെ ഗബിമാറു വളരെ പവർഫുൾ ആണെന്നും അയാൾ തിരിച്ചറിയുന്നു. കാരണം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് റാൻ അവൻ്റെ അൾട്ടിമേറ്റ് ഫോമിലേക്ക് ട്രാൻസ്ഫോം ആവുന്നത്. അതേസമയം ചോബയെ വെച്ച് അയാൾ ഉണ്ടാക്കിയ എലിക്സറിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടർ റെയിൻ ഗ്രാൻഡ് മാസ്റ്ററിന് സമർപ്പിക്കുന്നു. ആദ്യം ഇവരെ വെച്ച് താൻ ഇതിൻ്റെ ബാക്കി ഡെവലപ്പ് ചെയ്യും. അങ്ങനെ കടലുകൾ താണ്ടി ഇനിയും ഞാൻ ഒരുപാട് ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ ഒരൊറ്റ രാത്രി കൊണ്ട് താൻ ഇതെല്ലാം അവസാനിപ്പിക്കുമെന്ന് റെയിൻ പറയുന്നു. അതേസമയം റാൻഡി പുതിയ ഫോമിലോട് ഗബിമാറുവിനും യൂസറിക്കും ഒട്ടും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. 2 പേർക്കും നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് കിട്ടുന്നു. അങ്ങനെ ഗബിമാറുവിന് ഷൂജിനെ മൂതാനെ പോലെയല്ല ഇവന് ഇയാളുടെ കിഷികായ് ഫോമിനെ കൺട്രോൾ ചെയ്യാൻ അറിയാമെന്ന് പറയുന്നു. അങ്ങനെ യൂസറിയുടെ അടുത്തേക്ക് എത്തിയ അയാളെ ഗബിമാറു വീക്കറായിരുന്നിട്ടും അവളെ രക്ഷിക്കാനായി അയാളുടെ തലയ്ക്ക് നേരെ കല്ലെടുത്തെറിഞ്ഞ് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് യൂസറിക കാണുന്നു. അപ്പോൾ ഗബിമാറു, നമ്മുടെ പ്ലാൻ വർക്കാവണമെങ്കിൽ നിന്നെയും എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞത് യൂസറിക ഓർക്കുന്നു. പക്ഷേ യൂസറിക, നമ്മൾ ഷിനോബീസ് ആണെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാൻ എൻ്റെ സ്വന്തം കാര്യം മാത്രമേ നോക്കൂ. പക്ഷെ നമ്മൾ കാണുന്നത് ഗബിമാറുവിനെയും എടുത്തുകൊണ്ട് റിട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന യൂസറികയാണ്. പക്ഷെ വീണ്ടും അത് അവരെ അറ്റാക്ക് ചെയ്യാനായി വന്നപ്പോൾ യൂസറികയെ തള്ളി മാറ്റി ഗബിമാറു വീണ്ടും ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. എന്നാൽ റാൻ മതിയാക്കെന്ന് പറഞ്ഞ് അവൻ്റെ ഷോൾഡറിലേക്ക് വലിയൊരു ഇഞ്ചുറി നൽകുന്നു.
ഞങ്ങളുടെ ടാനിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് നിൻ്റെ ലൈഫാണ്. അതിനാൽ നിന്നെ എനിക്ക് കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് നിൻ്റെ പ്ലാൻ എല്ലാം മതിയാക്കിക്കോ എന്ന് പറഞ്ഞ് അവനെ ഒരു തൂണിലേക്ക് അയാൾ വലിച്ചെറിയുന്നു. അങ്ങനെ കെവിമാറു ബീറ്റണായി അവിടെ വീഴുന്നു. എൻ്റെ ലൈഫ് തന്നെയാണ് എനിക്ക് മുഖ്യം. ഞാൻ എങ്ങനെയാണെങ്കിലും ഇവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെടും. അങ്ങനെ ഞാൻ എൻ്റെ വൈഫിനെ കാണും എന്ന് നേരത്തെ പറഞ്ഞ കെവിമാറുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് 6 അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഡിസ്കോഡിൻ്റെ കാര്യം മറക്കണ്ട. നമ്മളെല്ലാ തിങ്കളാഴ്ചയും സബ്സ്ക്രൈബേഴ്സിനായി മീറ്റിംഗ് ഡിസ്കോഡിൽ നടത്തുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഞാൻ അതിലേക്ക് വെൽക്കം ചെയ്യുന്നു. അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരാം. അതുവരേക്കും.